നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഗോസാരൻ എന്നാണ് സംസാരിക്കുന്നത്. ഒരു ആവശ്യകാര്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ ഇന്ന് കുറച്ച് റെക്കോർഡിംഗ് ലേറ്റായി തന്നെ നടന്നു. കാരണം ഇവിടെ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് അവിടെ വരണം. എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര വെയിലായിരിക്കും. മെഡ്രാസിലും തമിഴ്നാട്ടിലുമൊക്കെ. ആക്ച്വലി സ്വർണത്തിൻ്റെ വില കയറിയിരിക്കുന്നു. 16,630 15,250 മുകളിലാണ് ട്രേഡ് ആകുന്നു. ഒരു ക്യാരറ്റ് ഗോൾഡ് ഒരുമാതിരി ഇപ്പോൾ സ്റ്റെബിലൈസ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. 100-200 രൂപ ഇവിടെയും അവിടെയും ചെല്ലും. പീസ് ഡീൽ ഫുള്ളായിട്ട് സൈനായി. ഈ ഷിപ്പൊക്കെ വെളിയിൽ ചെല്ലുവാണെങ്കിൽ സ്വർണത്തിൻ്റെ വില തിരികെ പെട്ടെന്ന് കയറും. ആഴ്ചയിൽ ജെറോം പോളിൻ്റെ ഒരു മീറ്റിംഗ് വരുന്നു. ഇതിന് ജെറോം പോളിൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് ആയിട്ട് തന്നെ സ്ലോട്ട് ചെയ്തു. മോസ്റ്റ് ലൈക്ലി ഇൻട്രസ്റ്റ് റേറ്റ്സിന് അവർ പാസ് ചെയ്യും. ഓൾറെഡി സെനറ്റിൽ കണ്ടീഷൻ ഇട്ടതുപോലെ കെവിൻ വാഷിനെ രക്ഷിക്കാൻ ജെറോം പോളിൻ്റെ മേലിൽ ഇട്ടിരുന്ന POA ഇനിയും മുമ്പ് തീർത്തിരിക്കുന്നു. അടുത്ത പ്രാവശ്യം കെവിൻ വാഷ് വരുമെന്ന് നമ്മൾ വിശ്വസിക്കാം. അടുത്തത് മാർക്കറ്റ് ഇന്നലെ ഒരേടിയായിട്ട് പോസിറ്റീവായി ചെന്നിരുന്നു. 200 പോയിൻറ്റിൻ്റെ മുകളിൽ പോസിറ്റീവായിരുന്നു. എന്ന് താഴെ ഇറങ്ങി പാതിക്ക് പാതിയായിട്ട് ഇറങ്ങി 95 പോയിൻറ്റിന് താഴെ ഇറങ്ങിയിരിക്കുന്നു. മേളിലും താഴെയും ചെന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാർക്കറ്റ് കയറാൻ ഏതോ ഒരു ന്യൂസും ഇല്ല. ഇതിന് ഒരു ഡെഡ് കാപ്പ് ബൗൺസ് തന്നെ നിങ്ങൾ നോക്കണം. മാർക്കറ്റ് തിരിയാൻ ഇന്നില്ലെങ്കിൽ ഒരാഴ്ചയിൽ തിരികെ നോർമൽ കണ്ടീഷനിൽ എത്തും. മാർക്കറ്റ് മുകളിൽ കയറേണ്ട കാരണം എന്താണ്? ഇറാൻ ഫസ്റ്റ് ടൈം 3 പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നു. പ്രപ്പോസലിന് 3 സ്റ്റേജ് പ്രപ്പോസൽ എന്നാണ് പറയുന്നു. ആദ്യം അമേരിക്ക എല്ലാത്തിനെയും വാപ്പസ് വാങ്ങണം, ഗ്യാരണ്ടി കൊടുക്കണം, ഇപ്പോഴൊക്കെ അവിടെ നിന്ന് വെളിയിലെടുക്കണം. അവർ എടുത്തതിൻ്റെ ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ ഹോമോസിന് തുറക്കുമെന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ആദ്യം അമേരിക്കൻ ഗ്യാരണ്ടി, ശേഷം ഹോമോസ്, അതിൻ്റെ ശേഷമാണ് ന്യൂക്ലിയർ ഡീല്. ട്രംപ് അതിന് സമ്മതിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഇത് കാരണമാണ് പോയത്. ട്രംപ് എങ്ങനെയെങ്കിലും ഒരു ഡീലിനെ തീർക്കണമെന്ന് നോക്കുന്നു. മേ ബി ഇതിന് സമ്മതിച്ചാലും സമ്മതിക്കും. ബട്ട് ഇതാണ് കാര്യം. അല്ല, ട്രംപ് വരുന്ന ഒരു പാർട്ടിയിൽ ഗൺ ഷോട്ടൊക്കെ നടന്നിരിക്കുന്നു. കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഇന്നും ക്ലിയർ ആയിട്ട് വന്നില്ല. കീലി ആർക്കും ഏതൊരു ഇഷ്യൂവുമില്ല, ഒരു ഇഞ്ചുറി പോലില്ല, ഒന്നുമില്ല. നല്ല കാര്യമാണ്. ആളെയും പിടികിട്ടി. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനി തന്നെ വരണം. ചൈന ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 110 തൊട്ടു എന്ന് വെച്ചാൽ 130 അടുത്ത് ക്യാഷ് മാർക്കറ്റിലിരിക്കും. ദിവസം വരുന്ന ഹൈ സീസണിലിരുന്ന കച്ചവട വില ഒക്കെ പോയി. ഇനി വെളിയിലിരുന്ന് വന്നാൽ തന്നെ ഉണ്ട്. റിയൽ പ്രഷർ ഇനിയാണ് തുടങ്ങാൻ പോകുന്നു. ഇതിൽ സ്ട്രാറ്റജിക് റിസോഴ്സ് ഇരിക്കുന്നത് ഒരു ബ്ലൂ ടർബൻ കാരണമാണ്. ഇത്രയും ദിവസം യൂസ് ചെയ്യാം എന്നറിയാൻ പറ്റുന്നില്ല. May 15 വരയ്ക്കും ഇത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയെങ്കിലും കച്ച എണ്ണ ഈസ് ആവണം. ഇതാണ് ആദ്യം ഇപ്പോൾ ഇരിക്കുന്ന കച്ച എണ്ണയുടെ സ്റ്റേറ്റസ്. LPG സിലിണ്ടർ വന്നിട്ട് ക്ലോസ് ചെയ്താലും ആയിട്ട് കുറച്ച് ദിവസം ഇരിക്കും. LPG സിലിണ്ടർ കാരണം ഡാമേജ് ഇരിക്കും. ഓൾറെഡി ഈ ക്വാർട്ടർ റിസൾട്ട് ഇവിടേക്കും വളരെ നന്നായിട്ടില്ല. തിരികെ അടുത്ത ക്വാർട്ടർ റിസൾട്ടും 45 ഡേയ്സ് അഫക്റ്റ് ആയ കാരണം ഇതൊരു വലിയ ഒരു കഷ്ടമായിട്ട് തന്നെ ഇരിക്കും. ഇത് റിസൾട്ട് വെച്ച് ബൂസ്റ്റ് വരുന്നു എന്ന് പറയുന്നത് ക്വാർട്ടർ ഓഫ് ഇയർ തന്നെ വരും. ഇരിക്കുന്ന ഒരു സ്ഥിതിക്ക് ബൂസ്റ്റിൻ്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. ഉള്ള മുഖ്യ വാർത്തകൾ നോക്കാം. എല്ലാ ഇൻഡീസീസും പോസിറ്റീവിലാണ് ഇരിക്കുന്നു. ഒന്നും ബാങ്ക് റിസൾട്ട് വന്നിരിക്കുന്നു. ബാങ്ക് റിസൾട്ടിലും ഇൻഡസ്ഇൻഡ് ബാങ്ക് 95 crores പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു. ഡെപ്പോസിറ്റ്സും വലുതായിട്ട് കയറിയില്ല, ഡിപ്സും വലുതായിട്ട് കയറിയില്ല. പക്ഷേ എല്ലാ സിസ്റ്റത്തിനെയും കറക്റ്റായിട്ട് കൺട്രോളിൽ കൊണ്ടുവന്ന് അതിനെയും ശരിയാക്കി ഈ കംപ്ലയിൻസിന് പുതിയ ആൾക്കാർ ഒരാളെ ഇട്ട് ഈ ബാങ്കിലിരിക്കുന്ന എല്ലാ കംപ്ലയിൻസ് ഇഷ്യൂസിനെയും സോൾവ് ചെയ്തുകൊണ്ട് വരുന്നു. ന്യൂസ് വെളി വന്ന ഉടനെ മാർക്കറ്റിൽ ആദ്യം 5% ഒരു 3.5% അപ്പിലിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കൊടുക്കും. അടുത്തത് നമ്മൾ IDFC ബാങ്ക് നോർമലായിട്ട് 590 കോടി ആ ഫ്രോഡ് കേസിൻ്റെ ശേഷം ആയിട്ട് ഇവർ സെറ്റിൽ ചെയ്തതിൻ്റെ ശേഷവും ചെന്നിരിക്കണം. ഈ ബാങ്കിന് സ്ട്രെങ്ത് ഇരുന്ന കാരണം നിയർലി 300 കോടിയുടെ അടുത്ത് പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു. ആക്ച്വൽ പ്രോഫിറ്റ് 725 കോടിയായിട്ടാണ് ഇരിക്കണം. 180 കോടി വൺ ടൈം ലോസ് പോയ കാരണം ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തിലും അവർ കുറിച്ച് വച്ചിരിക്കുന്നു. ക്വാർട്ടർ റിസൾട്ടിൽ
കൂടെ ഇത് വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കൊല്ലം റിസൾട്ട് സൂപ്പറായിരിക്കും, കാര്യവും തെളിവായിട്ട് പറഞ്ഞിരിക്കുന്നു. ഗാസ വന്നിട്ട് ഇയർ ആൻഡ് ഇയർ ഗ്രോ ആയിരുന്നാലും ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ കുറഞ്ഞിരിക്കുന്നു 2%. പക്ഷേ ഡെപ്പോസിറ്റ് ഓവറാളായിട്ട് 17% കയറിയിരിക്കുന്നു. ട്രഡീഷണൽ റീറ്റെയിനിൽ ഇപ്പം തന്നെ എക്സ്പാൻഡ് ചെയ്ത കാരണം ഇതായിട്ട് ഗോൾഡ് ലോൺ ആൻഡ് ഹോം ലോൺ പോർട്ട്ഫോളിയോയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ഇല്ല. ഷെയർ പിടിക്കാൻ വേണ്ടിയിട്ട് അടക്കിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇല്ല, അടുത്ത ഒരു വർഷത്തിൽ തന്നെ പ്രോഫിറ്റ്സ് വരും എന്ന കാര്യത്തിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത് ബാങ്ക് ആക്സിസ് ബാങ്കാണ്. 1000 ചില്ലറ കോടി പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു. ഇരുന്ന് മാർക്കറ്റിൽ ഇന്ന് 5% വിളുന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അത് ഇറങ്ങിയിരിക്കുന്നു എന്ന് നോക്കുവാണെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക് MSME സെക്ടറിനെ ഇല്ലാതാക്കുവാണെങ്കിൽ അതിന് മുമ്പേ സുധാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് 2000 കോടി രൂപയെ വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുന്നു. ഷോക്ക് അബ്സോർബർ മെയിൽ ഐ ഡി ചെയ്തിരിക്കുന്നു. കാരണം പ്രോഫിറ്റ് 1% കുറഞ്ഞിരിക്കുന്നു. ഇന്ന് പേടിച്ചും മാർക്കറ്റിൽ ഒരു 5% ഇത് അടച്ചിരിക്കുന്നു ആണ് ഇപ്പോൾ ഇരിക്കുന്ന ബാങ്കിൻ്റെ ഒരു കണ്ടീഷൻ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, കയറിയിരിക്കുന്നു. പക്ഷേ പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റോക്സ് ഇറങ്ങിയിരിക്കുന്നു. 35 പോയിന്റ് പ്ലസ്സിലിരുന്ന ഓപ്പണായ നിഫ്റ്റി ഇന്ന് ഇറങ്ങി -40 വരയ്ക്കും ചെന്നിരിക്കുന്നു. നോക്കുന്നതിൻ്റെ ഉള്ളിൽ IT-യിൽ ഇന്നൊരു ഡെഡ് ക്യാപ് ബൗൺസ് വന്നിരിക്കുന്നു. വെറും ഒരു ഡെഡ് ക്യാപ് ബൗൺസ് തന്നെ, കാരണം ഒരേ ദിവസത്തിൽ തലയെഴുത്ത് മാറാൻ പോകുന്നതില്ല. ഫാർമ ഇൻഡസ്ട്രിയിൽ 2 മുഖ്യ ഡെവലപ്മെൻ്റ് ഉണ്ട്. സൺ ഫാർമ ഇന്ന് 7% അപ്പാണ്. ഈ അറബഡൺ എന്ന് പറയുന്ന കമ്പനി ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങാൻ റെഡി ആയിരിക്കുന്നു എന്ന് പറയുന്നു. $3 ബില്യൺ കൊടുത്ത് ആയിട്ട് വാങ്ങാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോകുവാണെങ്കിൽ ഇന്ത്യസ് ലാർജസ്റ്റ് ഫാർമ പൊസിഷൻ കമ്പനി. പിന്നെ ഇത് വന്നിട്ട് സൺ ഫാർമയുടെ പ്രൊഫൈലെ സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം ഡിസ്ട്രിബ്യൂഷനെയും ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. ഇവർക്ക് വളരെ പോസിറ്റീവാണ്. ഓട്ടോ കമ്പനീസൊക്കെ പോസിറ്റീവായിരുന്നാലും പാസഞ്ചർ വെഹിക്കിൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നു. വിലുമെന്നാണ് ഞാൻ വിചാരിച്ചു. ഇതെന്ന് വെച്ചാൽ JLR-ൽ വണ്ടിയിലെ റീകോൾ പൂട്ടിയിട്ടിരിക്കുന്നു ഇഷ്യൂ. അപ്പോൾ ഇത് തിരികെ അയക്കണം. പ്ലസ് വീക്ക് സെയിൽസ് കാരണം JLR-ൻ്റെ പോർട്ട്ഫോളിയോയിൽ പ്രോബ്ലം വരാൻ്റെ ചാൻസസ് ഉണ്ട്. കാരണം ഇന്നൊരു ഷോർട്ട് ടേം ഹോൾ ടാറ്റ പാസഞ്ചറിൽ ഇത് നോക്കി വിചാരിച്ച അത്രയും വന്നില്ല. അതിൽ അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡിക്കും ഇന്ത്യയിൽ ആൻറ്റി ഒബിസിറ്റി ബിൽ ലോഞ്ച് ചെയ്യാൻ പെർമിഷൻ കിട്ടിയതുപോലെ സ്ത്രീലും കിട്ടുമെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരുന്നു. ബൈസലിൽ ഇവർ വിചാരിച്ച അത്രയ്ക്കും അവർക്ക് ഇരുന്നില്ല, കിട്ടിയില്ല ഇതുവരെയും. അത് ആ സ്റ്റേജ് പ്രോസസ്സിലിരിക്കുന്നു. അത് അവർക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അങ്ങനെ ഫാർമ ന്യൂസ് അത് വലിയ ന്യൂസായിട്ട് പറയേണ്ട കാര്യം, ജെറി ബിയോൻ്റെ പേപ്പർ പൾപ്പ് ബിസിനസ് എന്നിട്ട് സെഞ്ചുറിയുടെ അടുത്ത് ടെക്സ്റ്റൈൽ ഇരുന്നു, എയർ ഉണ്ടായിരുന്നു, ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. EK ബിർള ഗ്രൂപ്പ്. ബിർള മരിച്ചതിന് ശേഷം അവരെ പേരെന്നാണ് ഈ സ്വത്തിനെ എഴുതി വച്ചിരിക്കുന്നു. ഇതിൻ്റെ കാര്യം പോക്കാണ്, ഓൾറെഡി പോയി. പേപ്പർ ബിസിനസ്സിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം വിൽക്കാൻ റെഡി ആയിരിക്കുന്നു. പേപ്പറും ഇൻഡസ്ട്രിയും ITCയുടെ അടുത്തൊരു വലിയ പാക്കേജിംഗ് ബിസിനസ് യൂണിറ്റ് ഇരിക്കുന്നു. ഈ 0.5 മില്യൺ ടൺ കമ്പനി മുമ്പേ വാങ്ങിയതായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഡീലിനെ ഡൈജസ്റ്റ് ചെയ്തിരിക്കുന്നു. ITCയുടെ അകത്ത് ഫുള്ളായിട്ട് ഇൻറ്റഗ്രേറ്റ് ആയിരിക്കുന്നു. ITCയുടെ പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ITCയെ വെറും സിഗരറ്റ് കമ്പനി ആയിട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഈ സെഞ്ചുറി പേപ്പർ ഡിവിഷൻ ഒന്ന് ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇത് ആൾക്കാർ മറക്കും. ഒറിജിനലായിട്ട് ഭദ്രാചലത്തിലുണ്ട്. കാരണം ഈ കമ്പനിയുടെ പേര് ITC ഭദ്രാചലം എന്ന് ഇരിക്കുന്നു. IPCയുടെ ഒപ്പം മെർജായിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക് നല്ല റിസൾട്ട് വരും പറഞ്ഞ 5% കയറിയിരിക്കുന്നു. സ്പെഷ്യലി സിൽവറിൽ നല്ല പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയൊരു കാര്യം, വേദാന്ത ഈ പ്രാവശ്യം May 1 ഓർഡറായിട്ട് പോയി എല്ലാം തന്നെ ഈ കമ്പനിയായിട്ട് പിരിഞ്ഞ് ട്രേഡാകും. വലിയ ന്യൂസ് വന്നിട്ട് കൊടുക്കുന്നുമെന്ന് വിചാരിച്ചത് ഇന്റലിനെ കുറിച്ചാണ്. ഇന്റലിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാതെ ഞാൻ കാത്തിരുന്നു. NVIDIA $5 ട്രില്യൺ മാർക്കറ്റിന് ചർച്ച ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ദിവസം കഴിഞ്ഞ് $26 കാൾ കൊടുക്കാൻ തുടങ്ങി. ഒരു വർഷത്തിന് മുമ്പ് $26 പോയതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ന് അത് $90 അടുത്ത് ചെന്നിരിക്കുന്നു. ഓൾ ടൈം ഹൈയിൽ എടുത്ത് ചെന്നിരിക്കുന്നു. റിസൾട്ട് മാർക്കറ്റിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു. അത് CEO വന്നിട്ട് ഇന്റലിനെ ഫിക്സ് ചെയ്യും എന്ന ഒരു വിശ്വാസം വന്നിരിക്കുന്നു. ഇത് എനിക്കൊരു പേഴ്സണലായിട്ട് ഒരു നല്ലൊരു ന്യൂസാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് പോലെ ഡിഗ്രോ എന്ന് പറയുന്ന ആൾ എനിക്ക് പേഴ്സണൽ ഹീറോ ആണ്. അയാളാണ് ഇന്റലിനെ ഇത്രയും വലിയ കമ്പനി ആക്കിയത്.
എൻ്റെ 30s ആൻഡ് 40s ആൻറ്റിഗ്രോ ഒരു ഹീറോ ആണ് എനിക്ക്. ഐ ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് ആൻഡ് ലീ ദ പാരമൻ സർവേയർ എന്ന് 2 ബുക്ക് എഴുതിയായിരുന്നു. ഇത് എസ്പെഷ്യലി എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് എന്നാൽ ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ബുക്ക് എഴുതി തീരേണ്ട സമയം ഡിഗോയെ കുറിച്ച് ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ന്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഞാനൊരു പോസിറ്റീവായിട്ട് നോക്കുന്നു. ആസ് യൂഷ്വൽ ട്രേഡർ വിനോദിൻ്റെ ഫ്രണ്ട്സ് വളരെ ഖുഷിയായിട്ടിരിക്കുന്നു. ആർക്കെങ്കിലും US സ്റ്റോപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വിനോദിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ചെയ്യാം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.